ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും. ഈശോ പറയുകയാണ്, ഞാൻ പോകുന്നത് നല്ലതാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അരികിലേക്ക് വരും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വന്നാൽ ആ വ്യക്തിക്ക് 3 ബോധ്യങ്ങൾ ലഭിക്കും. ഒന്നാമത്തേത് പാപബോധമാണ്. മാർപ്പാപ്പമാർ ആവർത്തിച്ച് പറയുകയാണ്, കാലഘട്ടത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് പാപബോധമില്ലായ്മയാണ്. ചെയ്യുന്ന കാര്യം പാപമാണെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക, എന്താ സ്ഥിതിയെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം തരുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ 36 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്ന് പെൺകുട്ടികൾ കരയുന്നതിനേക്കാൾ കഷ്ടമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ ഇങ്ങനെ കരയുന്നത്? അവൻ പറയും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. എന്താ മോനെ നിനക്ക് സഹിക്കാൻ പറ്റാത്ത ഇത്രയേറെ സങ്കടത്തിൻ്റെ കാരണം എന്താണ്? അവൻ എന്നോട് പറയുകയാണ്, ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹിക്കുന്ന വ്യക്തിയെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചാകും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ നിനക്ക് 36 വയസ്സ് പ്രായമായി, നീ ഒരു കാര്യം ചെയ്യും, നേരിട്ട് ചെന്ന് ആ അപ്പനോടും അമ്മയോടും സംസാരിക്കുക. ഇനി നേരിട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒരു ഇടക്കാരനെ കണ്ടുപിടിച്ച് ഇടക്കാരനോട് പോയി സംസാരിക്കുക. ഇടക്കാരൻ പോയി സംസാരിക്കട്ടെ, നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, അവളെ നോക്കാനുള്ള ശേഷിയുണ്ട്, നമ്മൾ ഒരേ വിശ്വാസത്തിലുള്ളവരാണല്ലോ, കാര്യങ്ങളൊക്കെ പറ, സംസാരിക്കുക. അപ്പോഴാ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയല്ലേ, എനിക്ക് ഇടക്കാരന്മാരുടെ ഒന്നും ആവശ്യമില്ല, എനിക്ക് നേരിട്ട് പോയി സംസാരിക്കാൻ അറിയാം. ഞാൻ അപ്പനോടും അമ്മയോടും നേരിട്ട് സംസാരിച്ചതാണ്, അപ്പനും അമ്മയ്ക്കും യാതൊരു തടസ്സവും ഇല്ല. പിന്നെ ആർക്കാ തടസ്സം? തടസ്സമെന്ന് പറഞ്ഞാൽ ആർക്കാ തടസ്സം? അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറയല്ലേ, തടസ്സം അപ്പനും അമ്മയ്ക്കും ഒന്നുമല്ല, തടസ്സം അവളുടെ കെട്ടിയോനാണ്, അവളുടെ ഭർത്താവിനാണ് തടസ്സം. എന്താ ഞാനിനി അവനോട് പറയേണ്ടത്? 32 വയസ്സ് പ്രായമുള്ള 2 കുട്ടികളുള്ള ഒരു സ്ത്രീയെ പ്രേമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചാകും എന്ന് പറയുമ്പോൾ ഈ 6ഉം 9ഉം പ്രമാണമൊക്കെ അവൻ്റെ തലക്കകത്ത് നിന്ന് എവിടെ പോയി? 6 വ്യഭിചാരം ചെയ്യരുതെന്ന്, 9 അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത് എന്നതാണ് ദൈവത്തിൻ്റെ കൽപ്പനയല്ലേ അത്? അപ്പം കൽപ്പന പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അതാണ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനോട് നമ്മൾ സഹകരിക്കുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായത്തിൻ്റെ 51 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും, മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അവിരിച്ചെയ്തവരെ, നിങ്ങളിപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നുവോ? മർക്കടമുഷ്ടിക്കാരെ. എന്താ ഈ മർക്കടമുഷ്ടി എന്ന് പറഞ്ഞാൽ? മർക്കടമുഷ്ടി എന്ന് പറഞ്ഞാൽ കുരങ്ങൻ്റെ മുഷ്ടി എന്നാണ് അർത്ഥം. ഈ കുരങ്ങനെ പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കുരങ്ങനെ പിടിക്കാൻ വേണ്ടി കരിക്കൊക്കെ വെട്ടിയിട്ട് ചെറിയൊരു ഓട്ടയുണ്ടാക്കി ആ കരിക്ക് അതിനകത്ത് ചിരണ്ടിയിടും. കുരങ്ങ് പതിയെ കൈ കൂമ്പി അതിനകത്തിട്ട് ഈ തേങ്ങ എല്ലാം അങ്ങോട്ട് വാരിയെടുക്കും. വാരിയെടുത്തിട്ട് പിന്നെ വിടുകയില്ല. അപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുക, എത്ര വലിച്ചാലും പോരുകയില്ല. കൈ വിട്ടാൽ മതി, ഇങ്ങനെ പോരും, വിടുകയില്ല. കുരങ്ങിൻ്റെ ബുദ്ധിയും കുരങ്ങിൻ്റെ മുഷ്ടിയും മർക്കട മുഷ്ടിയാണ് ചിലർക്ക്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, വാസ്തവത്തിൽ മുയലിന് എത്ര കൊമ്പുണ്ട്? 2 കൊമ്പ്. വാശി പിടിക്കുക ചില ആളുകൾ.
ചില കൊമ്പില്ല എന്നുള്ള സത്യം നമുക്കറിയാം. ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി പിടിവാശി പിടിക്കുന്ന ചില ആളുകളുണ്ട്. പിടിച്ചാൽ വിടുകയില്ല. നിസ്സാര കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലത്തുണ്ടായ ചില ദുരനുഭവങ്ങളെ മാത്രം താലോലിച്ച് ജീവിക്കുന്ന ചില ആളുകളുണ്ട് പ്രിയരെ. എന്നാലും അങ്ങനെ ചെയ്തില്ലേ? അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ശരിയാണ്. ഇനി മരണം വരെ അത് ഓർത്തിട്ട് എന്ത് കാര്യം? അത് പറഞ്ഞിട്ടിപ്പോൾ എന്ത് കാര്യം? പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നിൻ്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിൻ്റെ വ്യക്തി ജീവിതവുമായി, കുടുംബ ജീവിതവുമായി, സമൂഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികളിലൂടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ഓർത്തിരുന്നിട്ട് എന്ത് കാര്യം? എന്ത് കാര്യമുണ്ട് അതുകൊണ്ട്? മറക്കടമുഷ്ടി പിടിക്കുന്ന ആളുകൾ, മറക്കടമുഷ്ടി. അങ്ങനെ ഈ മറക്കടമുഷ്ടി പിടിച്ചാൽ എന്ത് സംഭവിക്കുന്നത്? മറക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ചതിരെ നിങ്ങളിപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നുവോ? പരിശുദ്ധാത്മാവിനോട് മല്ലടിച്ചാൽ എന്ന് പറഞ്ഞാൽ ക്ഷമിക്ക്, സഹിക്ക്, പൊറുക്ക്, സ്നേഹിക്ക് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഉൾവിളി തരുമ്പോൾ, ഉൾപ്രേരണ തരുമ്പോൾ, അതിനോട് സഹകരിക്കാത്തപ്പോൾ ആത്മാവിന് എന്ത് സംഭവിക്കും? ആത്മാവ് വേദനിക്കും. എഫെസോസ് 4:30 രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? വേദനിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിർവീര്യമാകും. 1 തെസ്സലോനി 5:19 പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പരിശുദ്ധാത്മാവ് നിർവീര്യമായി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയൊക്കെ പെരുമാറും. പാപബോധമില്ലാത്ത അവസ്ഥയിൽ പെരുമാറും. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത പോലെ നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും. ആത്മാവിൻ്റെ നിറവില്ലാത്ത ജീവിതങ്ങളൊക്കെ തകർന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വന്നാൽ നമുക്ക് പാപബോധം തരുന്നു. ചില ആളുകൾ പറയാറുണ്ട്, വല്ലപ്പോഴും പുകവലിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? വല്ലപ്പോഴും മദ്യപിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? വല്ലപ്പോഴുമൊക്കെ ചെറിയ ചെറിയ പാപം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? വല്ലപ്പോഴും. എന്താ ചോദ്യം ചോദിക്കാൻ കാരണം? പാപബോധമില്ല. പാപബോധമുണ്ടെങ്കിൽ ചെയ്യുന്നത് പാപമാണെന്ന് മനസ്സിലാവുകയും പാപത്തിൽ നിന്ന് പിന്തിരിയാനായിട്ടുള്ള ശക്തി ലഭിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പാപബോധം തരുന്നു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് നീതിബോധമാണ്. എന്താണ് നീതി? അർഹിക്കുന്നവന് അർഹിക്കുന്നത് നൽകുന്നതാണ് ലോകത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. എന്നാൽ അർഹിക്കാത്തവന് അർഹിക്കാത്തത് നൽകുന്നതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. കുറേക്കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 25-26 നാം ഇങ്ങനെ വായിക്കും, അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് തൻ്റെ നീതി വെളിപ്പെടുത്തി. ഇപ്പം ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് പഴയ പാപങ്ങളെ അങ്ങ് അവഗണിക്കുകയാണ്. പഴയ പാപങ്ങളെ അവഗണിക്കുക. നമ്മൾ ചെയ്തു കൂട്ടുന്ന ഏത് പാപവും തമ്പുരാൻ്റെ പക്കലേക്ക് കൊടുക്കുമ്പോൾ പിന്നെ കർത്താവ് ആ പാപങ്ങൾ ഓർക്കുന്നു പോലുമില്ല. അത് ഓർത്തിരിക്കാൻ ദൈവത്തിന് പറ്റുന്നില്ല. അപ്പം പഴയ പാപങ്ങളെ അവഗണിക്കുക. പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് ഈ നീതിബോധം ഉണ്ടാകും. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരിക്കൽ ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ പ്രസംഗം കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ 2 പിള്ളേരെയും കൊണ്ട് വന്നിരിക്കുകയാണ്. ബ്രദർ ഇപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണല്ലോ പ്രസംഗിച്ചത്. എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്ന് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ഭാര്യയെ ജീവന് തുല്യം സ്നേഹിച്ചതാണ്. ഒരു ദിവസം പതിവില്ലാത്ത സമയത്ത് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ ഒരു കൂട്ടുകാരനുമായി പാപം ചെയ്യുന്നതാണ് ഞാൻ കാണുക. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അവൾക്കൊട്ടൊരു അടി കൊടുത്തു. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ ഇറങ്ങിപ്പോകും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. കുഞ്ഞുങ്ങളാണെങ്കിലോ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്നവരാണ്. അവർ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നു. സ്കൂൾ ബസ് വന്നിറങ്ങിയപ്പോൾ മമ്മി എന്ന് വിളിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് ഓടിക്കയറി വരികയാണ്. ഞാൻ അവരോട് പറഞ്ഞു, മമ്മി ഇവിടെ ഇല്ല എന്ന്. അവർ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവർ മുറിക്കകത്തേക്ക് കയറി മുറി മുഴുവനും നോക്കുകയാണ്. മമ്മി മമ്മി എന്ന് വിളിച്ച് അവർ ഓടി നടക്കുകയാണ്. ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു, മമ്മി ഇവിടെ ഇല്ല, മമ്മി നമ്മളെ ഇട്ടേച്ചു പോയെന്ന്. അവർ വിശ്വസിച്ചില്ല. രാത്രിയേറെയായി. കരഞ്ഞ് 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 എൻ്റെ കുഞ്ഞുങ്ങൾ തളർന്നുറങ്ങി. ഞാൻ പുറത്തുപോയി
2 പൊതി ചോറ് വാങ്ങിച്ചു കൊണ്ടുവന്നു. കൂട്ടത്തിൽ ഇത്തിരി വിഷം ഞാനൊരു ഗ്ലാസ്സിനകത്ത് കലക്കി വെച്ചു. കുഞ്ഞുങ്ങളെ 2 പേരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് അവർക്ക് ഞാൻ ആഹാരം കൊടുത്തു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇളയ കൊച്ച് കുടിക്കാൻ വെള്ളം ചോദിച്ചു. വെള്ളം ചോദിക്കുന്ന അവസരത്തിൽ ഞാൻ കലക്കി വെച്ചിരുന്ന ആ വിഷക്ലാസ് എടുത്ത് കൊച്ചിൻ്റെ നേരെ നീട്ടി. കൊച്ച് ആ വിഷക്ലാസ് മേടിച്ചിട്ട് കുടിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഡാഡി, എന്നും മമ്മിയാണല്ലോ നമുക്ക് വെള്ളവും ചോറും ഒക്കെ തരുന്നത്, ഇനി ഡാഡിയാണോ ഞങ്ങൾക്ക് വെള്ളവും ചോറും ഒക്കെ തരുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, അതൊരു കൊലച്ചോറാണ് കൊടുക്കുന്നത് എന്ന് അതറിയാവുന്നത് ആരാ ഉള്ളത്? ആ അപ്പന് മാത്രമല്ലേ അറിയാൻ പാടുള്ളൂ. ആ കുഞ്ഞുങ്ങൾ മരിക്കാനായിട്ട് പോവുകയാണ്, അവരെ കൊല്ലാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ ആ കൊച്ചങ്ങനെ ചോദിച്ചപ്പോൾ അപ്പൻ്റെ ഹൃദയം തകർന്നു. അപ്പൻ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ആ വിഷക്ലാസ് പിടിച്ചു മേടിച്ച് വലിച്ചെറിഞ്ഞ് കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. അപ്പോഴാ കുഞ്ഞുങ്ങൾ പറയുകയാണ്, കരയേണ്ട ഡാഡി, മമ്മി പോയാലും ഞങ്ങളുണ്ടല്ലോ ഡാഡിക്ക് കൂട്ടായിട്ട് എന്ന്. ആ മനുഷ്യൻ രാത്രി ഉറങ്ങിയില്ല. കുഞ്ഞുങ്ങൾ 2 പേരും ഉറങ്ങി. ആ കുഞ്ഞുങ്ങളെ 2 പേരെയും കൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഡിവൈൻ ധ്യാനമന്ദിരത്തിലേക്ക് വന്നു. ധ്യാനമന്ദിരത്തിൽ വന്ന് ഒരു റൂമെടുത്ത് ആ ധ്യാനമന്ദിരത്തിൽ കുഞ്ഞുങ്ങളെ ആക്കി. ചാലക്കുടി റെയിൽവേ ട്രാക്കിൽ തലവെച്ച് മരിക്കുക, അതായിരുന്നു ലക്ഷ്യം. കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കി. ആ കുഞ്ഞുങ്ങളെ ഡിവൈൻ ധ്യാനമന്ദിരത്തിലുള്ള ആരെങ്കിലും നോക്കും എന്ന് അയാൾ കരുതി. ഭാര്യയില്ലാതെ ജീവിക്കാൻ അങ്ങേർക്ക് സാധിക്കുന്നില്ല. അത്രയേറെ തൻ്റെ ഭാര്യയെ ആ മനുഷ്യൻ സ്നേഹിച്ചിരുന്നു. അവളിങ്ങനെ വഞ്ചിക്കുമെന്ന് കരുതിയിരുന്നില്ല. കൂട്ടുകാരനെ വീട്ടിൽ കൊണ്ടുവന്നതാണ്. കൂട്ടുകാരൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതെങ്കിലും ഒരു കൂട്ടുകാരന് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമോ? അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ അങ്ങനെ പെരുമാറുമോ? തൻ്റെ സ്വന്തമായി കണക്കാക്കി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഭാര്യയോട് ആ രീതിയിലാണോ പെരുമാറേണ്ടത്? ആ സ്ത്രീ പുറത്തുപോയി ചെയ്ത ഒരു പാപമല്ലല്ലോ അത്. കൂട്ടുകാരൻ അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ് തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ. അതിനകത്തുനിന്ന് ഒത്തിരി സന്ദേശമുണ്ട് പ്രിയരെ. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ പാടില്ല. ബന്ധങ്ങൾക്കൊക്കെ ഒരു അതിര് നല്ലതാണ്. നമ്മൾ ആളുകളോട് ഇടപെടുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് അല്ലെ വീട്ടിൽ വരുന്നവരോട് നമ്മൾ അമിതമായൊരു സ്വാതന്ത്ര്യം ഒരു വീട്ടിൽ ചെന്നാൽ പോലും നമ്മൾ കാണിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കരുത്. എൻ്റെ അപ്പനുള്ളതിനേക്കാൾ കൂടുതൽ, എൻ്റെ ഭാര്യയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ, എൻ്റെ മക്കൾക്കുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ വീട്ടിൽ അയൽവക്കംകാർക്ക് സ്ഥാനം കൊടുക്കരുത്. അതുകൊണ്ടാണല്ലോ അവരെ അയൽവക്കംകാർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവരെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ സ്ഥാനം അപ്പന് മാത്രമുള്ളതാണ്. ഭാര്യയുടെ സ്ഥാനം ഭാര്യയ്ക്ക് മാത്രമുള്ളതാണ്. മക്കളുടെ സ്ഥാനം മക്കൾക്കുള്ളതാണ്. മക്കളെ പോലെ, അപ്പനെ പോലെ, ഭാര്യയെപ്പോലെ എന്നൊക്കെ വേണേൽ പറയാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തായാലും ആ കൂട്ടുകാരൻ ചെയ്ത ആ പ്രവൃത്തി വഴി ആ കുടുംബം തകർച്ചയിലേക്ക് വരികയല്ലേ. ആ കുടുംബം തകർന്നു പോയില്ലേ. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങളെ ഡിവൈൻ ധ്യാനമന്ദിരത്തിലാക്കിയിട്ട് മരിക്കാൻ ആഗ്രഹിച്ച് ഈ മനുഷ്യൻ 2 കുഞ്ഞുങ്ങൾക്കും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങൾ അറിയുന്നില്ല ഉമ്മ കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്നത്. കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അയാൾക്കൊരു തോന്നൽ, ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുകയില്ലല്ലോ, ഒന്നും കൂടെ കണ്ടേക്കാം എന്ന് കരുതി കതക് തുറക്കുമ്പോൾ ഇളയ കുഞ്ഞ് അവിടെ എഴുന്നേറ്റിരിക്കുകയാണ് ബെഡിൽ. ഡാഡി പുറത്തേക്ക് പോയിട്ട് കാണുന്നില്ല. കതക് തുറന്നതേ ആ കൊച്ചു പറയുകയാണ്, ഡാഡി, മമ്മി ഞങ്ങളെ ഇട്ടേച്ചു പോയി, ഡാഡി ഞങ്ങളെ ഇട്ടേച്ചു പോവുകയാണോ? ആ മനുഷ്യൻ തിരിച്ചു വന്ന് ആ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഡാഡി പോകില്ല മക്കളെ, ഡാഡി ജീവിക്കും, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. അതൊരു തീരുമാനമായിരുന്നു. എന്നാൽ ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ നടന്നു പോകുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല മനുഷ്യന്. ഇദ്ദേഹം എന്നോട് പറയുകയാണ്, ബ്രദറെ, പറയൂ ബ്രദറെ, ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്ന്. ഞാനൊരു ചുമട്ടുതൊഴിലാളിയാണ് ബ്രദറെ. ലോൺ എടുത്താണ് ഞാൻ വീട് പണിതത്. എൻ്റെ ഭാര്യയുടെ നിർബന്ധമായിരുന്നൊരു വീട് വേണമെന്ന്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വീടായിരുന്നു എൻ്റെ വീട്. അത് പൊളിച്ചു മാറ്റി അവളുടെ ഇഷ്ടത്തിനാണ് ഞാൻ വീട് പണിതത്. എന്നിട്ട് അവൾ എന്നോട് ഈ ചതി ചെയ്തത്. പറ്റുന്നില്ല ബ്രദറെ, ക്ഷമിക്കാൻ എന്നോട് പറയരുത്, എന്നെ കൊണ്ടാവില്ല ക്ഷമിക്കാൻ. ഞാൻ പറഞ്ഞു, ക്ഷമിക്കാനൊന്നും പറയുന്നില്ല, ഒരു കാര്യം ചെയ്യുമോ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുമോ? അത് ഞാൻ ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ,
പരിശുദ്ധാത്മാവ് എന്നറിയാൻ. അത് ഞാൻ ചെയ്യാം. 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ധ്യാനമന്ദിരത്തിലേക്ക് വരുമ്പോൾ ഡിവൈൻ ധ്യാനമന്ദിരത്തിനുള്ളിലെ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് ഈ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അയാളുടെ മുഖത്ത് വലിയ സന്തോഷം, നന്നായിട്ട് ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, ഞാൻ എൻ്റെ ഭാര്യയെ ഫോൺ വിളിക്കുകയായിരുന്നു. പിണക്കമൊക്കെ മാറിയോ? ബ്രദറെ, ഇന്നലെ വൈകുന്നേരം പനക്കലച്ചൻ ആന്തരിക സൗഖ്യ ആരാധന നടത്തുന്ന വേളയിൽ ഇങ്ങനെ പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയോട് ക്ഷമിക്കണം, നീ നിൻ്റെ മക്കളോട് ക്ഷമിക്കണം, നീ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കണം. പൊതുവായിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് അത്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനൊരു ചിന്തയുണ്ടായി. അച്ഛൻ പറഞ്ഞ വാക്കോട് ചേർന്ന്, ഒരു ദുർബല നിമിഷത്തിൽ ചെയ്ത പാപങ്ങൾ നീ അല്ലാതെ പിന്നെ ആര് ക്ഷമിക്കും? പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായി. എൻ്റെ ഭാര്യ ഒരു ദുർബല നിമിഷത്തിൽ ചെയ്തു പോയ ഒരു പാപം ഞാനല്ലാതെ പിന്നെ ആര് ക്ഷമിക്കും? ഞാൻ അവളോട് ക്ഷമിച്ചു ബ്രദറെ. അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഡിവൈൻ ധ്യാനമന്ദിരത്തിൻ്റെ റിസപ്ഷൻ്റെ മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിന്നു. ഈ മനുഷ്യൻ്റെ കൈത്തണ്ടയിൽ തൂങ്ങിക്കിടന്ന് കളിച്ചിരുന്ന 2 കുഞ്ഞുങ്ങൾ മമ്മീന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുകയാണ്. ആ സ്ത്രീയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. കണ്ണീരൊഴുകുന്നുണ്ട്. കയ്യിലിരുന്ന കർച്ചീപ്പെടുത്ത് കണ്ണീര് തുടയ്ക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണീര് തുടയ്ക്കുകയാണ്. ഇളയ കൊച്ചു ചോദിച്ചു, മമ്മി എവിടെ പോയതാ മമ്മി? മമ്മി പോയതിന് ശേഷം ഡാഡി ആഹാരം കഴിച്ച് കണ്ടിട്ടില്ല, ഡാഡി ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തിയാ മമ്മി ഇങ്ങനെ ചെയ്തത്? മമ്മി എവിടെ പോയതായിരുന്നു മമ്മി? ഞാൻ നോക്കുമ്പോൾ മാറി നിൽക്കുന്ന ഭർത്താവ് കയ്യിലിരിക്കുന്ന കർച്ചീപ്പെടുത്ത് കണ്ണീര് തുടയ്ക്കുന്നുണ്ട്. ഈ സ്ത്രീ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു ഭർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് കാലയിലേക്ക് വീഴാൻ തുടങ്ങുകയാണ്. കാലയിൽ വീഴാൻ തുടങ്ങുമ്പോൾ ആ കാലയിലൊന്നും പിടിക്കാനൊന്നും ഭർത്താവ് സമ്മതിക്കുന്നില്ല. കാലിലെത്തുന്നതിന് മുമ്പ് തന്നെ തോളെ പിടിച്ച് അങ്ങ് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ആ താടിയിൽ പിടിച്ച് ഉയർത്തിയിട്ട് പറഞ്ഞ വാക്കെന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ പ്രിയരെ? ആ മനുഷ്യൻ പറയുകയാണ്, സാരമില്ലടി, ദൈവം നിന്നോട് ക്ഷമിച്ചു, ഞാനും നിന്നോട് ക്ഷമിച്ചു എന്ന്. ദൈവം നിന്നോട് ക്ഷമിച്ചു, ഞാനും നിന്നോട് ക്ഷമിച്ചു. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് തൻ്റെ നീതി വെളിപ്പെടുത്തുന്നു. പഴയ പാപങ്ങളെ അവഗണിക്കുക. ഒരാഴ്ചത്തെ ധ്യാനത്തിലും കൂടി അവർ പങ്കെടുത്തു. ധ്യാനത്തിൻ്റെ ഇടയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ആ സഹോദരി ഭർത്താവുള്ളപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു കിട്ടുകയില്ല, എൻ്റെ മക്കളെ തിരിച്ചു കിട്ടുകയില്ല, എൻ്റെ കുടുംബം എനിക്ക് തിരിച്ചു കിട്ടുകയില്ല. ആ ദുർബല നിമിഷത്തിൽ ഞാൻ ചെയ്ത ആ നശിച്ച പാപം എന്നെ തകർത്ത് കളഞ്ഞു, എനിക്ക് രക്ഷയില്ല. അങ്ങനെ ചിന്തിച്ച് ഒരു കയറ് കഴുത്തെ കുടുക്കി ഫാനെ കെട്ടി ചാടാൻ തുടങ്ങുമ്പോൾ ഫോൺ ബെല്ലടിക്കുകയാണ്. ആ റിസീവർ ഒന്ന് എടുത്തു വെച്ചിട്ട് മരിക്കാം എന്ന് കരുതി റിസീവർ എടുക്കുമ്പോൾ ആ കയറൂരി മാറ്റി റിസീവർ എടുത്ത് ചെവിയോടടുപ്പിക്കുമ്പോൾ ഭർത്താവിൻ്റെ സ്വരമാണ്, ഞാനും പിള്ളേരും ഇവിടെയുണ്ട്, നീ ഇങ്ങോട്ട് വരിക, ദൈവം നിൻ്റെ പാപം ക്ഷമിച്ചു, ഞാനും നിന്നോട് ക്ഷമിച്ചുവെന്ന്. ആ ഫോൺ വിളിക്കാൻ ഇത്തിരി വൈകിയെങ്കിലോ? ആ ഫോൺ വിളിക്കാൻ പ്രേരിപ്പിച്ച ഘടകം പരിശുദ്ധാത്മാവല്ലാതെ പിന്നെ ആരാ പ്രിയരെ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ അങ്ങനെ ഒരു ചിന്ത നൽകുന്നത്? നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ കുമ്പസാര കൂട്ടിപ്പോയി വൈദികനോട് ഏറ്റേറ്റ് എണ്ണവിട്ട് നാം പറയുമ്പോൾ കുമ്പസാര കൂട്ടിലിരിക്കുന്ന വൈദികൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഏതാത്മാവിൻ്റെ ശക്തിയാലാണ്? അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് പ്രിയരെ. അത് ദൈവത്തിൻ്റെ മനസ്സാണ്. പഴയ പാപങ്ങൾ അവഗണിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ മനസ്സാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പാപങ്ങളെ അവഗണിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന, നമുക്കെതിരായി നിലകൊള്ളുന്ന എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാനും കരുണ കാണിക്കാനും പറ്റും. ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് 2ാമത്തെ ആഴ്ചയിലും ധ്യാനം കഴിഞ്ഞ് അവരെ ധ്യാനമന്ദിരത്തിൽ നിറങ്ങിപ്പോകുമ്പോൾ അവരെന്നെ കാണാനായിട്ട് വന്നു. അവരല്പം മുന്നോട്ട് പോയിട്ട് കരങ്ങൾ ഉയർത്തി എനിക്കൊരു ടാറ്റ തന്നപ്പോൾ ഞാനും ഒരു ടാറ്റ കൊടുത്തു പ്രിയരെ. അവർ കൺമറഞ്ഞ് എൻ്റെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര് വീണു. 2 ആഴ്ചത്തെ ബന്ധം മാത്രമല്ലേ എനിക്ക് അവരോടുള്ളൂ, അത്രയും പരിചയമല്ലേ എനിക്ക് അവരോടുള്ളൂ.
എന്തിയെ അവർ പോകുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യബന്ധങ്ങളെ കൂട്ടി ഇണക്കുകയാണ്. ആത്മാവ് ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബോധ്യമാണ് പ്രിയരെ, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം. ന്യായവിധിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കണക്ക് കൊടുക്കണം. വന്നുപോയ പാപങ്ങളോർത്ത് ആഴമായി അനുദപിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തിരുവചനം ശ്രവിക്കുമ്പോൾ നിങ്ങൾ കുമ്പസാരിച്ചിട്ട് മാസങ്ങളേറെ ആയെങ്കിൽ, വർഷങ്ങളേറെ ആയെങ്കിൽ കുമ്പസാരക്കൂട് മറന്നു കളയരുതേ. ഒരു ന്യായവിധിയുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. കുമ്പസാരിക്കാത്ത പാപങ്ങളെ നിന്നെ വേട്ടയാടൂ, നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന് അറിഞ്ഞുകൊള്ളുക. എന്നാൽ വന്നുപോയ പാപം എന്തു തന്നെയാണെങ്കിലും അത് കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയാൻ തയ്യാറായാൽ ദൈവം കഴിഞ്ഞ കാലത്തെ നമ്മുടെ പാപം പൊറുക്കും, ക്ഷമിക്കും. പിന്നെ ഒരിക്കലും ദൈവം ആ പാപം ഓർക്കുന്നേയില്ല പ്രിയരെ, ഓർക്കുന്നേയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന 3 ബോധ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പാപബോധം, നീതിബോധം, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് അധികം ദൂരത്തല്ലാത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യന്, അയാളുടെ തൊട്ടടുത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ, 2 സെൻറ്റ് ഭൂമിയാണ് അങ്ങേർക്കുള്ളത്. ഇങ്ങേരുടെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. അയാൾക്ക് ടൗണിൽ 60 സെൻറ്റ് സ്ഥലമാണുള്ളത്. രണ്ടുപേരും ഈ പാവപ്പെട്ട മനുഷ്യനൊരു കട വെച്ചിരിക്കുകയാണ്. സോഡ ഒക്കെ വിറ്റാണ് ആ പാവപ്പെട്ട മനുഷ്യൻ. ഇയാൾക്ക് ആ ടൗണിൽ തന്നെ 60 സെൻറ്റ് സ്ഥലമുണ്ട്. മക്കളൊക്കെ വിദേശത്താണ്. കോടിക്കണക്കിന് സമ്പത്ത് അങ്ങേർക്കുണ്ട്. ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ഉണ്ട്, വണ്ടികളുണ്ട് അങ്ങേർക്ക്, എല്ലാ സൗകര്യങ്ങളുമുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യൻ്റെ പറമ്പിനോട് ചേർന്ന് ഒരു 2 ഇഞ്ച് സ്ഥലം കൊടുത്താൽ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ഭിത്തി ഒന്ന് തേക്കാനായിട്ട് പറ്റും. കൊടുക്കുകയില്ല. ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോൾ എന്നോട് പറയുക, എൻ്റെ ബ്രദറെ, നമ്മൾ തമ്മിൽ നല്ലൊരു ബന്ധമുള്ളതാണ്, വെറുതെ എന്തിനാ അവൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ്, മരിക്കുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. കേട്ടില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ വീട്ടിലെ പത്രം എടുത്ത് വായിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? അദ്ദേഹം അറ്റാക്ക് വന്ന് മരിച്ചു പോയിരിക്കുന്നു. അയാൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് മരിച്ചതെന്നൊന്നും അല്ല പ്രിയരെ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആയുസ് എത്രയും നമുക്കറിയാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആയുസ് എത്രയും നമുക്കറിയില്ലല്ലോ. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ മരിച്ച മനുഷ്യന് ആ സമ്പത്ത് കൊണ്ട് എന്ത് കാര്യം? കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് നമ്മുടെ പെട്ടിക്കകത്ത് കൊണ്ട് അടുക്കി വെച്ചാലും ആ പണം കൊണ്ട് വല്ലോ കാര്യമുണ്ട്? നമുക്ക് പ്രയോജനപ്പെടുമോ? അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ, അതുകൊണ്ടാണ് നിങ്ങളുടെ അധാർമ്മ്യ സമ്പത്ത് കൊണ്ട് സ്നേഹിതരെ നേടാനായിട്ട് കർത്താവ് പറഞ്ഞു വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിനാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പാപബോധം, നീതിബോധം, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തന്ന് ഈ ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധരായി ജീവിച്ച് സ്വർഗം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ടിവിയുടെ മുമ്പിൽ ഇത്രയും സമയം കാത്തിരുന്ന ഇവരെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.